മലപ്പുറത്ത് നിപ ബാധിതയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള സ്ത്രീ മരിച്ചു. കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരണം. നിപ ഫലം വരുന്നതുവരെ മൃതദേഹം സംസ്കരിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിപിൻ സി വിജയൻ മലപ്പുറത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, ഇത് അല്പമൊന്ന് ആശങ്കപ്പെടുത്ത ഒരു വാർത്തയാണ്. ഈ നിപ സമ്പർക്ക പട്ടികയിലെ ഒരാളുടെ മരണം. അത് എങ്ങനെയാണ് മരണം സംഭവിച്ചത്? അത്തരത്തിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കൃത്യമായി ഇവർക്കുണ്ടായിരുന്നോ, ഈ സ്ത്രീക്കുണ്ടായിരുന്നോ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ആരോഗ്യവകുപ്പ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? യെസ് പ്രജിൻ, നിപ രോഗിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള 74 വയസ്സായിട്ടുള്ള സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത്. പരപ്പനങ്ങാടി സ്വദേശിയാണ്. കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഈ മരണം സംഭവിച്ചത്. മങ്കടയിൽ 18 വയസ്സുകാരി നിപ ബാധിച്ച് മരിച്ചിരുന്നു. ആ സമയത്ത് അവർ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ICUവിൽ ചികിത്സയിലുണ്ടായിരുന്നത് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അതേ ICUവിൽ തന്നെയായിരുന്നു ഈ സ്ത്രീയും പരിചരണത്തിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ സ്ത്രീ ഒരു ഹൈറിസ്ക് കാറ്റഗറിയിൽ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. അതിനുശേഷം ഇതുവരെയും അവർക്ക് രോഗലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടിരുന്നില്ല. ഈ നിപയുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള രോഗലക്ഷണങ്ങളും കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ നിപ പരിശോധന നടത്തിയിട്ടില്ല. ഇന്ന് അവർക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അവർ ICUവിലായിരുന്നു. ഇന്നിപ്പോൾ ഈ മരിച്ചതിന് ശേഷം മൃതദേഹം ഈ ആശുപത്രി, സ്വകാര്യ ആശുപത്രി, യാതൊരു വിധത്തിലുള്ള പ്രോട്ടോക്കോളും പാലിക്കാതെ അത് വിട്ടു നൽകുകയായിരുന്നു ബന്ധുക്കൾക്ക്. ആ ബന്ധുക്കൾക്ക് സംശയം തോന്നി അവർ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇത് സംസ്കരിക്കരുത് എന്നുള്ള നിർദ്ദേശം അവർക്ക് നൽകിയിരിക്കുന്നതും നിപയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തണം, അതിനുശേഷം മാത്രമേ സംസ്കാര നടപടികളിലേക്ക് പോകാവൂ എന്നുള്ള കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഈ ബന്ധുക്കൾക്ക് നൽകിയിരിക്കുന്നത്. നിപയുടെ പരിശോധനയ്ക്കായി സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാമ്പിൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. ആ പരിശോധന ഇന്ന് രാത്രിയോടുകൂടിയായിരിക്കും വരുന്നത്. അത് വന്നതിന് ശേഷം മാത്രമായിരിക്കും സംസ്കാരത്തിൻ്റെ നടപടികളിലേക്ക് ഈ ബന്ധുക്കൾക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ ഈ സ്വകാര്യ ആശുപത്രി എന്തുകൊണ്ട് ഈ വിവരങ്ങൾ, ഈ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിപയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചു എന്നുള്ളതിൽ അന്വേഷണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. കാരണം ഇരുവരും, അതായത് നിപ ബാധിച്ച് മരിച്ച രോഗിയും ഇവരും ഒരേ സമയം ICUവിൽ ഉണ്ടായതുകൊണ്ടാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നിഗമനമുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള പരിശോധനകൾ ഒക്കെ ഈ ഒരു വിഷയത്തിൽ ഇനിയും നടക്കും. എന്തായാലും സാമ്പിളിന്റെ ടെസ്റ്റ് റിസൾട്ട് വരുന്നതിന് ശേഷം മാത്രമേ നിപ കാരണമാണോ ഈ മരണം എന്നൊക്കെയുള്ള വിവരങ്ങൾ അത് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ സംസ്കാരം അതിനുശേഷം മതിയെന്ന് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചത്. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് വിശദാംശങ്ങൾ നൽകിയത്.